ഇസ്രായേലിന്റെ സിറിയൻ ആക്രമണങ്ങൾ അതിന്റെ ഏറ്റവും തീവ്രമായ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയെ ആകമാനം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ കാർമേഘങ്ങളിൽ നിന്നും വന്ന ഇടിമുഴക്കം പോലെ ഇസ്രായേലിനെ പുതിയ വെളിപ്പെടുത്തലുകൾ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ യുദ്ധ കപ്പലുകളുടെയും ഫൈറ്റർ ജെറ്റുകളുടെയും നിഗൂഢ നീക്കങ്ങളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളാണ് ഇസ്രായേലിന്റെ നെഞ്ചിടിപ്പ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം സിറിയൻ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ബോംബ് വർഷമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം ഭൂമിക്ക് മുകളിൽ മാത്രമല്ല ഭൗമാന്തർഭാഗത്തും ഉണ്ടാക്കിയ പ്രകമ്പനങ്ങളുടെ ആഴം റിക്ടർ സ്കെയിലിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രണ്ട് നിർണായക സൈനിക നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി വയോൺ വാർത്താ TV റിപ്പോർട്ട് ചെയ്തത്. ഒരു ഭാഗത്ത് ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പലുകളും അതിനെ അനുഗമിച്ചുകൊണ്ട് കോമ്പാക്ട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി തന്നെയാണ് ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വ്യക്തമായ സന്ദേശങ്ങൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച ഇസ്രായേൽ സിറിയൻ തീരപ്രദേശങ്ങളിൽ മിലിറ്ററി സംവിധാനങ്ങൾക്ക് നേരെ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾ സിറിയയുടെ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളെയും മിസൈൽ സ്റ്റോറേജുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതിശക്തമായ സ്ഫോടനങ്ങൾ മുഖേനയുണ്ടായ ഭൂപ്രകമ്പനങ്ങൾ റിക്ടർ സ്കെയിലിൽ 3.1 എന്ന കണക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗോലാൻ കുന്നിലെ ഇസ്രായേൽ പ്രദേശമായ ബെനിയാസിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റിക്ടർ സ്കെയിലിലാണ് ഞായറാഴ്ച പ്രാദേശിക സമയമായ 11:41 ഈ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങളിൽ സിറിയയുടെ വ്യോമ സംവിധാന ബ്രിഗേഡിനെയും ആധുനിക ആയുധ സ്റ്റോറേജ് സംവിധാനങ്ങളെയും തകർത്തിരിക്കുകയാണ്. എന്നാൽ ഏത് വിധത്തിലുള്ള ആയുധമാണ് IDF സിറിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വിവരം ഇസ്രായേൽ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇത്രയും മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ ഏതുവിധം ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. 820 കിലോമീറ്റർ ദൂരത്തുള്ള തുർക്കിയിലെ ഇഗ്ന മാഗ്നറ്റോമീറ്റർ സ്റ്റേഷനിൽ ഇതിന്റെ പ്രകമ്പനം രേഖപ്പെടുത്തിയതായി ഒരു സ്വതന്ത്ര ഗവേഷണ ഏജൻസി എക്സിൽ നടത്തിയ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ഈ അതിരുകടന്ന ആക്രമണങ്ങളെ ഹയാത്ത് തെഹരീർ അൽ ഷംസ് നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനി ഇതാദ്യമായി വിമർശിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ദീർഘകാലത്തെ പദ്ധതികളാണ് ഈ അവസരം ഉപയോഗിച്ച് ഇസ്രായേൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം HTS നേതാക്കൾ ഇതിനെ അനുവദിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. കാരണം HTS സിറിയയിൽ അധികാരം പിടിച്ചെടുത്തത് US-ന്റെ സഹായത്തോടും ഇസ്രായേലിന്റെ ധാരണകളുടെ അടിസ്ഥാനത്തിലുമാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഇരുതല മൂർച്ചയുള്ള വാള് തന്നെയാണ് HTS. ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക ആശയങ്ങളിലെ ജൂതവിരോധവും മറ്റൊരു ഭാഗത്ത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ട അഥവാ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഫലസ്തീൻ ഹമാസ് പോരാളികളോടും ഫലസ്തീൻ ജനങ്ങളോടുള്ള അനുഭാവവും. ഇത് രണ്ടും ഒരു നാൾ പ്രവർത്തിക്കുമെന്നും ഇത് ഇസ്രായേലിന്റെ നെഞ്ചും കൂട് തകർക്കുമെന്നും നന്നായി അറിയാവുന്ന ഇസ്രായേലിന് മുന്നിൽ മറ്റൊരു ഭീഷണിയുടെ വാതിലാണ് പുതുതായി തുറക്കപ്പെടുക. അതേസമയം ഇറാൻ റഷ്യൻ നിർമ്മിത യാക് 130 ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തുവാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. യാക് 130 1600 കിലോമീറ്റർ ദൂരം വരെ ആക്രമണ ശക്തിയും വിവിധ ആയുധങ്ങൾ വഹിക്കുവാൻ ശേഷിയുള്ളതുമാണ്. ബോംബുകൾ മുതൽ ഗൈഡഡ് മിസൈലുകൾ വരെ വഹിച്ചുകൊണ്ട് എയർ ടു എയർ ആക്രമണങ്ങളും എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങളും നടത്തുവാനും ഏതുവിധം റൺവേകളിലൂടെയും പറന്നുയരുവാനും ശേഷിയുള്ളതാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ. അതുപോലെ ഇറാന്റെ പുതിയ ആധുനിക ഡ്രോൺ വാഹക യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരിയും പോർക്കളത്തിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് വാർത്ത.
സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വിമാനവാഹിനി കപ്പലാണെന്ന് തോന്നുമെങ്കിലും ആയുധങ്ങൾ നിറച്ച ഡ്രോണുകൾ യുദ്ധമുഖങ്ങളിൽ എത്തിക്കുവാനുള്ള വാർഷിപ്പാണ് ഇതെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട്. ഇറാന്റെ ഡ്രോണുകളുടെ ശക്തിയെക്കുറിച്ച് വിവിധ അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും റഷ്യ ഇറാൻ ഡ്രോണുകൾ ഉക്രൈനിൽ വിജയകരമായി ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഇറാന്റെ ഈ ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പൽ പ്രദേശത്തെ പവർ ബാലൻസിങ്ങിന് നിർണായക ഘടകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യോമാക്രമണങ്ങളിലൂടെ പ്രദേശത്തെ ശക്തി കേന്ദ്രമായി മാറാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ ഈ നീക്കം ഇസ്രായേലിന്റെ പവർ ബാലൻസിങ്ങിനെ തെറ്റിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതുപോലെ ട്രക്ക് കാരിയർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും ഇറാൻ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്നു. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഇറാന്റെ നിർണായക ആയുധ ശക്തികൾക്ക് മുന്നിൽ ഇസ്രായേൽ അടിതെറ്റുമോ എന്നതാണ് വളരെ പ്രസക്തമായ ചോദ്യം. സിറിയ വഴി പശ്ചിമേഷ്യയിലേക്കുള്ള ഇറാന്റെ ആയുധപാത ഇസ്രായേൽ തകർത്തുവെങ്കിലും ചെങ്കടലിൽ ശക്തമായി തന്നെ നിലകൊള്ളുന്ന യമൻ ഹൂത്തികളും ഇറാഖി ഗ്രൂപ്പുകളും പിന്നെ ഹമാസും ഹിസ്ബുള്ളയും മറ്റൊരു ഭാഗത്തും ഭീഷണിയായി തന്നെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വളരെ നിർണായകവും ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നതുമാണ്.